ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി നല്ല വിട്ട് സംഭവിക്കട്ടെ നിങ്ങളുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. 1 തെസ്സലോനിക്ക 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. വേറൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സൗഖ്യമൊന്നുമല്ല, നിങ്ങളുടെ വിശുദ്ധീകരണം, നിങ്ങളുടെ വിശുദ്ധിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക 4:7-8 വചനമുണ്ട്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. Call to holiness, call to holiness. God is inviting everyone to be holy. Hallelujah hallelujah. കൈയടിച്ച് കർത്താവ് പറഞ്ഞു എല്ലാ ബന്ധം അഴിഞ്ഞു മൊത്തമായിട്ട്. ആമേൻ. അപ്പോൾ ബന്ധനം അഴിയട്ടെ, കെട്ടഴിയണം. കെട്ടഴി അത് നമ്മളല്ല അഴിക്കുന്നത്, ദൈവദൂതനാണ്. ദൈവത്തിൻ്റെ ദൂതൻ ദൈവം അയച്ചിട്ടാണ് അവർ വരുന്നത്. അല്ല ഒരു ദൈവദൂതനെ വിളിച്ച ദൈവദൂതൻ വരത്തുന്നു. ദൈവം അയക്കാതെ ദൈവം വരത്തില്ല. ദൈവം അയക്കാതെ വരുന്ന ദൈവദൂതന്മാരൊന്നും ദൈവദൂതന്മാരല്ല. അത് പിശാചിൻ്റെ ദൂതന്മാർ. നേരെ കെട്ടഴിക്കാൻ ബന്ധനം അഴിക്കാൻ എന്നൊക്കെ പറഞ്ഞു വരുന്നത് പിശാചിൻ്റെ ദൂതനും വരാം. നീ പത്രോസിനെ പോലെ പ്രാർത്ഥിക്കണം, പൗലോസിനെ പോലെ നീ പ്രാർത്ഥിക്കണം. ഞാനൊക്കെ ചില രാജ്യങ്ങളിലേക്ക് ഈ നാളെ കർത്താവ് പുതിയ ഒത്തിരി സ്ഥലങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മിഷൻ കർത്താവ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനിവിടെ പറയായിരുന്നു, ആരൊക്കെ ഓടുന്നോ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അവിടെ പോകാതിരിക്കാൻ വയ്യ. സമയമില്ലെങ്കിലും അവിടേക്ക് പോകാൻ കർത്താവിൻ്റെ ശക്തമായ പ്രേരണ വരും. ഈ നാളുകളിൽ ലബനോനിൽ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് തുറന്നുകൊണ്ടിരിക്കുക. കുറേ ആത്മാക്കളുടെ മുഴുവൻ അവിടുത്തെ ലെബനൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറേ ശുശ്രൂഷകൾ. അപ്പോൾ വിളിക്കുകയാണ്, പോകാതിരിക്കാൻ വയ്യ. മാറ്റിവെച്ചാലും ഇവിടെ പോണം നിർബന്ധിക്കപ്പെടുക. കാരണം വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ആരെങ്കിലും അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? പത്രോസിനെ പോലെ പൗലോസിനെ പോലെ അവിടെ ആരെങ്കിലും തടവറയിൽ കിടപ്പുണ്ടാവും, ദേശങ്ങൾ കിടപ്പുണ്ടാവും. അവനോയ്ക്കും പോകാൻ നിർബന്ധിക്കപ്പെടും. വഴിയെല്ലാം തുറന്ന് പെട്ടെന്ന് ഒരു പ്രശ്നവുമില്ല, ഒരു ബ്ലോക്കും ഇല്ല, വേഗത്തിൽ പോകാൻ പറ്റും. ഇരുചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസിൻ്റെ അടുക്കലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുക. അവൻ ചെന്നിട്ട് അവൻ്റെ പാർശ്വത്തിൽ തട്ടി. അവൻ പത്രോസിൻ്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേക്കുക. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ ധരിക്കുക. ഈ അരമുറുക്കെന്ന് വെച്ചാൽ അർത്ഥം അറിയോ? സത്യം കൊണ്ട് അരമുറുക്കി. ഈ സത്യമാരാണ് യേശു ക്രിസ്തു, വചനം. വചനം കൊണ്ട് യോഹന്നാൻ 17:17 അരമുറുക്കുന്നത്. അവിടുത്തെ വചനമാണ് സത്യം. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വചനം ഈശോയാണ്. യോഹന്നാൻ 1:1-4 വരെ. വചനം ഈശോയാണ്. വചനം ഈശോയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തിൽ. വചനം നിറയ്ക്കണം. വചനം നിറഞ്ഞാലേ ഡെലിവറൻസ് ഉണ്ടാവുള്ളൂ, പുറത്തു പോകാൻ പറ്റുള്ളൂ. അല്ലെ പുറത്തു പോകാൻ പറ്റത്തില്ല. അരമുറുക്കാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. സുവിശേഷ വേലയ്ക്ക് പോകണമെങ്കിൽ ദൈവവചനം വേണം. വചനമില്ലാതെ പോകാൻ പറ്റത്തില്ല. പ്രവാചകൻ, അതാണ് ജെറമ്യാ 5:13, പ്രവാചകന്മാർ പോലും കാറ്റായി തീരും, കാരണം ദൈവത്തിൻ്റെ വചനം അവരിലില്ല. ദൈവവചനമില്ല. ഹല്ലേലൂയ. ലൂക്കാ 2:19-51 നമുക്കറിയാം. മറിയം ഹൃദയത്തിൽ വചനം നിറച്ചു വെച്ചിരിക്കുക, സൂക്ഷിച്ചു വെച്ചിരിക്കുക. വചനം സൂക്ഷിക്കുന്ന ആൾക്കാർ.
തമാശയായിട്ട് വചനം കേൾക്കരുത്. വചനം കേട്ടാൽ തമാശയുടെ വചനം കേട്ടാൽ അടി തിരിച്ച് കിട്ടും. അഭിഷേകം വാങ്ങിക്കാൻ വരുന്നതും തമാശയായിട്ട് വന്നേക്കരുത്, അടി ഭയങ്കരമായിട്ട് കിട്ടും. പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര അപകടമാണ്. ഇറ്റ്സ് എ സീരിയസ് തിങ്. സുവിശേഷം കുരിശിൽ മരിച്ചത് സീരിയസ് ആയ സംഭവമാണ്, അല്ല നാടകമല്ല. ഇറ്റ്സ് നോട്ട് എ ഡ്രാമ, ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി, ഇറ്റ് റിയലി ഹാപ്പൻഡ്. We are proclaiming the crucified Lord. Praise the Lord. So you have to take it seriously, the word of God and Jesus Christ. Praise the Lord. Praise the Lord. ഇത് യേശുവെ സ്തുതിക്കുക. Praise the Lord. ഇത് ഐസ് ബ്രേക്കിംഗ് പ്രോഗ്രാം അല്ല. Praise the Lord. ഇത് ചങ്ക് തകർന്ന പ്രോഗ്രാമാണ്. Praise the Lord. അവൻ്റെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയതാണ്. അപ്പം അതിൽ നിന്നാണ് കൃപയുണ്ട്. അതിനെ അതേ വേദനയോടെ എടുക്കുന്നവനെ അതേ കൃപ കൊടുക്കുള്ളൂ. ഈശോയുടെ കുരിശുമരണത്തെ അതേ വേദനയിൽ നിന്റെ മനസ്സിലെടുത്താൽ നിനക്ക് ആ കുരിശുമരണത്തിൻ്റെ ഫലം അനുഭവിക്കാനുള്ള അനുഗ്രഹം കിട്ടുള്ളൂ. യോഹന്നാൻ 19:34 പറയുന്നല്ലേ, പടയാളി ഒരുവൻ തൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ ചോരയും വെള്ളം ഒഴുകി എന്ന് പറയുമ്പോൾ ആ വേദന ഉണ്ടല്ലോ, അതെടുക്കണം. പരിശുദ്ധ അമ്മ അതേ വേദന എടുത്തു. അപ്പോഴാണ് കൃപ കിട്ടുന്നത്. അതേ അർത്ഥത്തിൽ, അതേ ഗൗരവത്തിൽ നീ സുവിശേഷത്തെ എടുത്തിട്ടുണ്ടോ? അതാണ് എൻ്റെ ബന്ധനം, അഴിയില്ല. മാനസാന്തരം എന്നത് ക്രിസ്തു നിന്നോട് ആവശ്യപ്പെടുന്ന രക്ഷയുടെ വഴിയാണ്. അപ്പോൾ അതെടുക്കാതെ നീ ഇതൊരു ഒരു കുറച്ച് പള്ളിയിരിക്കും ഭയങ്കര പുറത്തിറങ്ങൽ വർത്താനവും ടെലിവിഷനും ഫോൺ വിളിയും പരിപാടിയും, അടിപൊളി പരിപാടി, അടിപൊളി ധ്യാനം, അടിപൊളി കൺവെൻഷൻ, ഇതൊന്നും എനിക്ക് കാര്യമൊന്നുമില്ല. പോകുന്ന വഴിക്ക് മദ്യപിച്ചും അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞും സിഗരറ്റ് വലിച്ചു പോയിട്ട് ഒരു വെറുതെ സമയം കളയുന്നു. ഇതെൻ്റെ സീരിയസ്. ഞാനൊന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് അവൻ്റെ കുരിശുമരണത്തെ ഡൊമിനിക് അച്ഛന് സീരിയസ് ആയിട്ട് എടുത്തു. ദാറ്റ്സ് ഓൺലി റീസൺ. എന്നെങ്കിലും നീ കർത്താവിൻ്റെ കുരിശുമരണത്തെ, പീഡാസനത്തെ, ബലിപീഠത്തെ, ബലിയർപ്പണത്തെ, പരിശുദ്ധ കുർബാനയെ, തിരുസഭയെ നീ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? സീരിയസ് ആയിട്ട് എടുക്കണം. ക്രിസ്തു രഹസ്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ അത് എങ്കിലേ കെട്ടഴിയുള്ളൂ, എന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. അവിടെയാണ് ഈശോ പറയുന്നത്, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആരെ അഭിവാദനം ചെയ്യാണ്ട. കാരണം എന്താ? ആരെയും പ്രതിപ്പെടുത്താൻ പോകണ്ട, ആർക്കും ഗ്രീറ്റിംഗ് കൊടുക്കണ്ട. യു ഗോ ഫോർ യുവർ ഡ്യൂട്ടി ടു പ്രീച്ച് ദ ഗോസ്പൽ. അങ്ങനെ അഭിവാദനം ചെയ്താലേ ആൾക്കാർ കൂടുള്ളെങ്കിൽ അങ്ങനെ കൂടണ്ട. യു ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ വിതൗട്ട് എനി ഗ്രീറ്റിംഗ്സ്, വേൾഡ്ലി ഗ്രീറ്റിംഗ്സ്. അതുകൊണ്ട് പൗലോസ് അട്ടഹാസമൊക്കെ കളയണമെന്ന് പറഞ്ഞ കാരണം എന്താ? സ്തുതിക്കുന്നു. തിമോത്തി ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 2:16 മുതൽ 19 വരെ വളച്ചാൻ പറയുക, ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ ഭക്തിരാഗത്യത്തിലേക്ക് നയിക്കും. ലൗകികമായ കുറച്ച് കഥയും അതാ, ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ ഒന്ന് ഭക്തിരാഗത്തിലേക്ക്. വീട്ടിൽ പ്രാർത്ഥനയും കൂത്താട്ടവും രണ്ടും കൂടെ ഒരുമിച്ച് പോവുകയല്ല. ഡിസ്കോയും ഡാൻസും അതിനിടയ്ക്ക് സുവിശേഷ പ്രഘോഷവും രണ്ടും ഒരുമിച്ച് പോവുകയില്ല. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നവർ കാണും, പക്ഷെ അത് കപടന്മാരാണെന്ന കാര്യം ഉറപ്പാണ്. എല്ലാ തിന്മയും അവരുടെ ജീവിതത്തിൽ കാണും. പ്രത്യേകിച്ച് 6-ാം പ്രമാണ ബന്ധനം ഇഷ്ടം പോലെ കാണും. ഗലാത്യ 6:7 ദൈവത്തെ ആർക്കും കബളിപ്പിക്കാൻ പറ്റത്തില്ല. സ്തുതിക്കുക. നിങ്ങൾ കൃപയിലാണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട. ഒരു അപമാനമോ എന്തെല്ലാം ആക്ഷേപങ്ങളോ അപമാനങ്ങളോ അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും കൃപയിലാണെങ്കിൽ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൃപയെപ്പോഴും കൃപ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനെ ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നോട്ടീസും പരസ്യമൊന്നും ആവശ്യമില്ല. അതിന് പന്തലുകളുടെ ആവശ്യമൊന്നുമില്ല. അതിന് സ്ഥലത്തിൻ്റെ പോലും ആവശ്യമില്ല. അത് എവിടെ ചെന്നാലും കൃപ എവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കൃപയാണെങ്കിൽ കൃപ എവിടെ ചെന്നാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് അർഹതയുള്ളവനെ തേടിപ്പോവും. അർഹതയുള്ളവനെ തേടിപ്പോവും. ബൈബിൾ അങ്ങനെ അർഹതയുള്ളവനെ കൃപ കൊടുക്കാവുള്ളൂ പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശുവെ സ്തുതിക്കുന്നു. 1 മുതൽ വായിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഗ്രേസാണ്. ശ്രീമൂർത്തി പറഞ്ഞ യേശുവെ സ്തുതിക്കുന്നു.
മത്തായി 10:11 പറയും, നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നത് വരെ അവനോട് കൂടെ താമസിക്കുകയും ചെയ്യും. യോഗ്യതയുള്ളവൻ്റെ അടുത്ത് പോകാനുള്ളതാണ്. യോഗ്യതയുള്ളവരെ തേടിയാണ് കൃപ പോകുന്നത്. യോഗ്യതയുള്ള സ്ഥലങ്ങൾ, യോഗ്യതയുള്ള വ്യക്തികൾ, യോഗ്യതയുള്ള സംഭവങ്ങളിലേക്ക് കൃപ പോകുള്ളൂ. കാരണം വചനമുണ്ട്, ദാനിയേലിന്റെ പുസ്തകം 12:10 മുതൽ 12 വരെ. അനേകർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും, എന്നാൽ ദുഷ്ടൻ ദുഷ്ടത പ്രവർത്തിക്കും, ജ്ഞാനികൾ ഗ്രഹിക്കും. അതുകൊണ്ടാണ് മത്തായി 7:6 നിങ്ങളെ മുത്തുകൾ പന്നികൾ കിട്ടുകൊടുക്കരുത്, അവ ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. എല്ലായിടത്തും കൊണ്ട് ഇത് കൊടുക്കേണ്ടതാണ്. ദൂതൻ എല്ലായിടത്തും പോകുന്നില്ല. പത്രോസ് ജയിലിൽ തടവറ കിടന്ന് അവിടെ പോയിട്ട് തട്ടി എഴുന്നേപ്പിച്ചു കൊടുക്കുക. പക്കോളം പറയാം, യേശുവേ സ്തുതിക്കുന്നു. പൗലോസിൻ്റെ അവിടെ ചിമ്പരമുണ്ട്. സീലാസ് പത്രോസിനോട് കൂടെ നിന്നുകൊണ്ട് സീലാസിന്, പൗലോസിൻ്റെ കൂടെ നിന്നുകൊണ്ട് സീലാസിന് ഗ്രേസ് കിട്ടുന്നുണ്ട്. പക്ഷേ കൂടെ നിന്നുകൊണ്ട് കാര്യമില്ല. ദേമാസ് എന്ന് പറയുന്നത് കൂടെ ഉണ്ടായിരുന്നു, അവൻ ആ വഴിക്ക് പോയി. പക്ഷേ കൂടെയുള്ളവൻ പോയാലും കൃപ, ഒറിജിനൽ കൃപ ഒരിക്കലും പോകില്ല. കൃപ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അത് മറ്റുള്ളവരെ ആശ്രയിച്ചല്ല കൃപ നിൽക്കുന്നത്. കൃപ നിൽക്കുന്നത് ക്രിസ്തുവിനെ ആശ്രയിച്ചാണ് കൃപ നിൽക്കുന്നത്. ഒരിക്കലും മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്ന കൃപകളൊന്നും കൃപയല്ല. അത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണത്. ഈശോ ദൈവോത്തരാന്ന് സ്വീകരിച്ചാൽ മതി, പരിശുദ്ധ കൃപ നിങ്ങൾക്ക് കിട്ടി. ഇപ്പം തന്നെ കിട്ടിയിരിക്കും. ഇപ്പം തന്നെ കിട്ടിയിരിക്കും. ഈശോ ദൈവോത്തരം ആരേറ്റു പറയുന്നു ഹൃദയം കൊണ്ട് പത്രോസിനെ പോലെ വിശ്വസിക്കണം. ഈശോ സ്തുതിക്കും. പത്രോസ് 3 വട്ടം കൊണ്ട് കൃപ കിട്ടിയവന് പരീക്ഷണത്തിലേക്ക് കർത്താവ് വിടും. ദൈവം പരീക്ഷിക്കുന്നവനാണ്. ചില സമയം നമുക്ക് പരീക്ഷണമൊക്കെ തരും. എളുപ്പപ്പെടുത്തുന്നവന്. പത്രോസിന് ഇച്ചിരി എളിമ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3 പ്രാവശ്യം അവനെ കൊണ്ട് കർത്താവ് തള്ളി പറയിപ്പിച്ച്. ഈശോ സ്തുതിക്കും. അവനവൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. അവൻ ഏറ്റുപറയുന്നത് അവൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് പത്രോസ് തിരിച്ചറിയാൻ വേണ്ടിയാണ് കർത്താവ് അവനെ 3 വട്ടം തള്ളിപ്പറയാൻ കർത്താവ് അനുവദിച്ചത്. അവൻ മനസ്സിലായി, കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, എൻ്റെ കഴിവ്. അവൻ പറഞ്ഞു, ഒരു നിമിഷം പറഞ്ഞു, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലോ, വലിയ വിൽ പവറാണ്. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, നിൻ്റെ കൂടെ വന്ന് മരിക്കാൻ പോലും തയ്യാറാണ്. എന്തിനും തയ്യാറാണ്. അങ്ങനെ പറയാൻ പറ്റുന്നത് കൃപയല്ല, അതൊക്കെ ധൈര്യം എന്ന് പറയും. ഹ്യൂമൻ അത്. പക്ഷേ യഥാർത്ഥ പ്രശ്നം വരുമ്പം ഈ ധൈര്യമൊന്നും കാണില്ല. കൃപയുള്ളവന് മാത്രമേ അവിടെ ധൈര്യം കാണുള്ളൂ. വേറെ ആർക്കും അവിടെ ധൈര്യം കാണില്ല. എത്ര ധൈര്യശാലിയും സഹനത്തിൻ്റെ മുമ്പിൽ ഭയം ഓടിയിരിക്കും. ഹ്യൂമൻ ധൈര്യം കൊണ്ടൊന്നും അവിടെ നിൽക്കത്തില്ല. വിദ്യാഭ്യാസം കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. തിയോളജി കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഫിലോസഫി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊണ്ടൊന്നും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. മെഡിസിൻ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ബൈബിൾ കാണാപ്പാടം പിടിച്ചുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. നിൽക്കണമെങ്കിൽ കൃപ തന്നെ വേണം. എങ്കിൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആർക്കും പറ്റത്തില്ല. ഈശോ കൃപയായിരുന്നു. യോഹന്നാൻ 1:14-15-16 വചനമുണ്ട്. വചനം മാംസമായി കൃപയും സത്യം അവനിലൂടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ കൃപയായിരുന്നു. ആ കൃപയായതുകൊണ്ട് അവൻ സഹനത്തിന് മുമ്പിലും പിടിച്ചിരിക്കും, കൊടുങ്കാറ്റും അവൻ പിടിച്ചിരിക്കും. യോഹന്നാൻ ഈശോയോട് പ്രത്യേക സ്നേഹം, ഈശോയുടെ മാറോട് ചേർന്ന് കിടന്നവന് അവനും കൃപ കിട്ടി. അതുകൊണ്ടാണ് അവൻ പിതാസഹനത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ പിന്നാലെ വരാൻ പറ്റുക. അല്ല, പറ്റത്തൊന്നുമില്ല. പരിശുദ്ധ കൃപ തന്നെയാണ്. അതുകൊണ്ടാണ് കുരിശിൻ്റെ ചൂട്ടിലമ്മ നിൽക്കുന്നത്. സഹനത്തിൽ പോലും വിശ്വാസം പോകാതിരിക്കുന്ന കൃപ കിട്ടിയത്. ഇത് കഴിവോ പഠനോ ഉപദേശമോ ആരെങ്കിലും കൂട്ടുകാരോ ഫ്രണ്ട്സോ കുറേ പേര് പ്രാർത്ഥന ഗ്രൂപ്പ് ഒന്നുണ്ടായിട്ടൊന്നും നീ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് യേശുക്രിസ്തുവിനോടുണ്ടാകേണ്ട ഒരു ആത്മബന്ധം. യേശുക്രിസ്തുവിനോടുള്ളൊരു വ്യക്തിപരമായ ബന്ധം. അത് ഈശോ എന്താ വെച്ചാൽ ഈശോ ദൈവോത്തരനാണ്. ഈസ് എ സൺ ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് പത്രോസ് പറഞ്ഞു, നീ ദൈവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തു ഒറ്റക്കാരൻ. അത് ആ ഒരു വെറുതെ പറയല്ല. നമ്മളൊക്കെ പറയുന്നത് എവിടെ എഴുതി വെച്ച് പറയുക. പത്രോസ് ആണ് എഴുതി തുടങ്ങുന്നത്. പത്രോസാണ് ആദ്യം പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു.
അത് ബൈബിൾ വായിച്ചിട്ട് പറഞ്ഞല്ല അവൻ, ഏതെങ്കിലും ക്ലാസ്സിൽ പോയിരുന്ന് കേട്ടവനല്ല അവൻ. വെളിപാടാണ്, കൃപയാണ്. ഈശോ ആരാണെന്ന് ആരും പറയാതെ അറിഞ്ഞവനാണ് പത്രോസേ. അതിൻ്റെ കാരണം പത്രോസ് ക്ലീനാ, എളിമ, നല്ല എളിമയുള്ള പത്രോസിന് ഒത്തിരി എളിമ നമുക്ക് ആർക്കുമില്ല. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അതാണ് ലൂക്കാസ് സുവിശേഷം 5:8 തൊട്ട് 11 വരെ വചനം വായിക്കും, കാണാം. അത് അത്ഭുതകരമായ മത്സ്യബന്ധനം, ലൂക്ക 5:1 തൊട്ട് 11 വായിക്കും, കാണാൻ പറ്റുമേ. അത്ഭുതകരമായ മത്സ്യബന്ധനം വരുമ്പോൾ പത്രോസോട് കർത്താവിൻ്റെ പാദത്തേക്ക് വേണ്ടി പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണേ, എന്നെ അകന്നു പോകണേ, എനിക്ക് യോഗ്യതയില്ല. അൺവർത്തി ഓ ലോർഡ്, ഐ ആം എ സിന്നർ. ഇതൊരു സംഭവമല്ലേ? നമ്മളൊക്കെ പാപം ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ലാതെ കയറി വരും. പാപം ഉണ്ടെങ്കിലും അവനെ സ്വന്തമാക്കാൻ പറ്റത്തില്ല, ഒരു ചിന്ത അവൻ്റെ ആത്മാവിലുണ്ട്. ഒരുവനെ ഗ്രേസ് കൊടുക്കുന്നവൻ്റെ പാപബോധമാണ്. ദൈവബോധം ഉണ്ടാകുന്നവന് അവൻ ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ചുള്ള ഒരു വിശകലനമുണ്ട്, ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നവനാണ് അവനെ. എവിടെ നിൽക്കാനുള്ള യോഗ്യതയുണ്ട്, എവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല, ഇത് തിരിച്ചറിയുന്നതാണല്ലോ പാപബോധം. പള്ളി നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ കൃപ. അവൻ്റെ മുമ്പ് നിൽക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ, അത് അറിയാം. ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് സ്വന്തം ജീവിതത്തെ കാണാൻ പറ്റുന്നൊരു അഭിഷേകമേ. അത് ചുങ്കക്കാരനുണ്ടായിരുന്നു, പരിസേനില്ല. പരിസേന കൊടുക്കുന്നത് എനിക്ക് യോഗ്യതയുണ്ടെന്ന് അവൻ സ്വയം. അങ്ങനെ ചില വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പറയും, എനിക്ക് സ്വർഗത്തിൽ പോകാൻ യോഗ്യതയുണ്ട്, എന്ത് തെറ്റിയാലും കുഴപ്പമില്ല, രക്ഷപ്പെടും. അത് പരിസേന മനോഭാവം. ചുങ്കക്കാരനറിയാം, അവനറിയാം യോഗ്യതയില്ല എന്നുള്ള, അവന് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ ഇല്ല, അത് തിരിച്ചറിയാനുള്ള കൃപയുണ്ട്. ഈ കൃപ പ്രാപിക്കാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലോ തിരിച്ചറിവുണ്ട്. പത്രോസിന് ഈ തിരിച്ചറിവുണ്ട്. നിൽക്കാൻ, ഇവൻ്റെ മുമ്പ് നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നുള്ള തിരിച്ചറിവാണ് അവനെ അവൻ്റെ മുമ്പ് നിർത്താൻ യോഗ്യനാക്കി തീർക്കുന്നത്. നമ്മളല്ല അങ്ങോട്ട് കയറി നിൽക്കേണ്ടത്, അവൻ നമ്മളെ കയറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ വിരുന്നിന് ചെല്ലുമ്പോൾ നിങ്ങൾ മുൻപന്തി പോയി ഇരിക്കരുത്, പുറകെ പോയി ഇരിക്കാൻ പറയും. എന്നിട്ട് നിങ്ങളെ വിളിച്ചവൻ അവസാനം നിങ്ങളെ വിളിച്ച് നിങ്ങൾ മാറി, നിങ്ങൾക്ക് യോഗ്യതയില്ല, ഞാൻ ഇരിക്കേണ്ട കസേരയല്ലത്, ആ തിരിച്ചറിവുണ്ടാകണം. ഇപ്പം സുവിശേഷ പ്രഘോഷണ മേഖലയൊക്കെ എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ചിലപ്പോൾ ചിലർക്ക് ആർക്കും പ്രസംഗിക്കാം. ഞാൻ പോയി, എനിക്ക് പേടിയുണ്ട്, ഏറ്റവും കൂടുതൽ പേടി സുവിശേഷ പ്രസംഗം. യോഗ്യതയില്ല, എനിക്ക് നല്ല പേടിയാ, ഒരു യോഗ്യതയില്ല. യേശുവേ സ്തുതിക്കുക. ഞാൻ രാവിലെ എഴുന്നേറ്റ് വചനത്തിനായിട്ട് ഓരോ ദിവസവും പോകുമ്പോൾ, ഞാൻ വണ്ടിയിൽ കയറുമ്പോഴും പോകുമ്പോഴെല്ലാം ദൈവമേ എന്നോട് കരുണയുണ്ടാണ്. എനിക്ക് പേടിയാ. ഇതങ്ങനെ പ്രസംഗിക്കേണ്ടതല്ലത്. പ്രൊഫസർമാർ ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുത്താൽ കുട്ടികൾ കേൾക്കുന്ന പോലെ കേട്ടിട്ട് പോകും, പക്ഷെ കൃപ പ്രവർത്തിക്കില്ല. അപ്പം പത്രോസിനെ യോഗ്യനാക്കിയത് എനിക്ക് യോഗ്യതയില്ല എന്നുള്ള അവൻ്റെ വിശ്വാസം, എൻ്റെ ബോധ്യം തിരിച്ചറിയുക. അവൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ എനിക്കെന്ത് യോഗ്യത, ദൈവം എനിക്ക് യോഗ്യതയില്ല, ഐ എം അൺവേർത്തി യുവർ ലോർഡ്. സിൻസിയറായിട്ടാണ് പറയുന്നത്, വളരെ ആത്മാർത്ഥമായിട്ട്. കർത്താവേ, നീ എന്നെ കൊണ്ടുപോകണേ, ഞാൻ പാപിയാണ്, എന്നെ വിളിക്കരുത്, എന്നെ വിളിച്ചേക്ക, ഞാൻ പോരാ നിനക്ക്. നമ്മളൊക്കെ ഒരുപാട് കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് ജീവിതത്തിൽ. ഇപ്പം എന്ത് പറഞ്ഞാലും എല്ലാവരും ഒക്കെ ഒന്ന് ഈ കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് കർത്താവിൻ്റെ മുമ്പിലും കയറി നിൽക്കാമെന്നാണ് എല്ലാവരുടെയും വിചാരം. സ്തുതിക്കുക. എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളൊരു വിചാരം ഉണ്ടായിരിക്കണം. എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള ബോധം ഇന്നിവിടെ വന്നിരിക്കുന്ന 10,000 മക്കൾക്ക് ഓർമ്മയുണ്ടാകണം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുള്ള ലക്ഷക്കണക്കിന് മക്കൾക്ക് ഓർമ്മയുണ്ടാകണം. എല്ലാം കാണുന്നവനും അറിയുന്നവൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം വേണം. അവിടെ സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങൾ
വചനത്തെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ ക്രിസ്തുവിനെ സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. യേശുവേ സ്തുതിക്കുക, 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 സ്തുതിക്കുക. ഒറ്റ വിളി ഈശോയെന്ന് വിളിച്ച് 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 യേശുവേ സ്തുതിക്കുക. ആമേൻ. സർവ്വത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതിക്കുക, സ്തുതിക്കുക. ഇത് നമ്മുടെ കച്ചവടം വർദ്ധിപ്പിക്കപ്പെടാൻ വേണ്ടിയോ, ബിസിനസ് വർദ്ധിപ്പിക്കപ്പെടാൻ വേണ്ടിയോ, അല്ല നമ്മുടെ മത്സ്യബന്ധനം വർദ്ധിപ്പിക്കപ്പെടാൻ വേണ്ടിയോ, നമ്മുടെ പണം കൂടാൻ വേണ്ടിയോ, മക്കളോ അല്പം കൂടെ നല്ല മാർക്കോടെ ജയിക്കാൻ വേണ്ടിയോ, ഇതിനു വേണ്ടി അല്ല നമ്മൾ ഈശോയെ തേടുന്നത്. അതാണ് 1 കൊരിന്ത്യർ 15:19 പറയും, ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് നാം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നാം മറ്റെല്ലാവരെയും കാളും നിർഭാഗ്യരാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോയെ സ്വന്തമാക്കുക, ഈശോ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശു സ്തുതിക്കുക, 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 സ്തുതിക്കുക. യേശുവെ സ്തുതിക്കുന്നു. ചില ഭാചനങ്ങളുണ്ട്. അവർ പ്രേമം കൂടി കഴിയുമ്പോൾ അവർ നേർച്ചകൾ, കാഴ്ചകളും പ്രാർത്ഥനയും തുടങ്ങും. പള്ളിയിൽ പോയി നൊവേന എത്തിക്കുന്നു ഈ പ്രേമം നടക്കാൻ വേണ്ടി. ഏത് വിശുദ്ധൻ്റെ അടുത്ത് പോയി പ്രേമം നടക്കും. അവസാനം കല്യാണം കഴിയുമ്പോൾ മുഴുവൻ പ്രശ്നമാണ്. കാരണം തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ടത് അതല്ല. തമ്പുരാനോട് പറഞ്ഞത് ഇതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് നിന്നെയാണ് വേണ്ടത്. നമ്മൾ ഈശോയുടെ അടുത്ത് നിന്ന് നമ്മൾ വേറൊരു കാര്യം ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് നിന്നെയല്ല വന്നത്, നീ എനിക്ക് അത് തരണം. അപ്പോൾ എൻ്റെ ഈശോയ്ക്ക് തന്നെ തോന്നും നിനക്ക് ഈശോയോടല്ല താല്പര്യം, നീ പറയുന്ന കാര്യങ്ങളോടാണ് നിനക്ക് താല്പര്യം. നിനക്ക് വേണ്ടത് ഈശോയല്ല. ചില മാതാപിതാക്കൾ മക്കൾ പറയുന്ന പോലെ അപ്പൻ്റെ അമ്മ എനിക്ക് പൈസ വേണം, ഡ്രസ്സ് വേണം, എനിക്കത് വേണം, ഇത് വേണം. അപ്പം നിനക്ക് അമ്മയല്ലല്ലേ വേണ്ടത്. അപ്പം എനിക്ക് വീതം തരണം. അപ്പം നിനക്ക് അപ്പനല്ല വേണ്ടത്. അപ്പം അത് പ്രാർത്ഥനാ ജീവിതത്തിലും കയറി പിടിച്ചിട്ടുണ്ട്. ഇത് തന്നെ നമ്മുടെ ദൈവബന്ധത്തിൽ പോലും കയറി പിടിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ അധപ്പതിച്ച അവസ്ഥ. രണ്ട് കരവത് യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക. യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തുതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ 10-15 വർഷം മുമ്പ് ഞാൻ ഇടവകയിൽ കൊച്ചച്ഛനായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കൊച്ചമ്മ എനിക്കൊരു വലിയച്ഛനുണ്ട്, 70-75 വയസ്സോളം പ്രായമുള്ള വെച്ച് രസമുള്ള അച്ഛന്. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്ത് പറയും ഹല്ലേലൂയ. അപ്പം ഞാൻ അവർ പറയും അച്ഛാ, അപ്പം ഇടവക്കാർ വരും പറയും അച്ഛാ തമാശ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അച്ഛാ വികാരിച്ചനെ കണ്ടിട്ട് കൊച്ചച്ഛനുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഇല്ലെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയും അങ്ങനെ ചെയ്യരുത്, ആദ്യം വികാരിച്ചോണ്ട് വെച്ച് വർത്തമാനമൊക്കെ പറയണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടേ കൊച്ചച്ഛനെടുത്ത് ഒരാൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വെറുതെ നമ്മൾ മാനുഷികമായ മനുഷ്യരുടെ ചില കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുന്നില്ല, നമ്മൾ ചിലപ്പോഴുണ്ട് പല കാര്യം നടക്കാത്തതിൻ്റെ കാരണം അവനറിയാം. പ്രൈസ് ദി ലോർഡ്. വരുമ്പോഴേ ചോദിക്കുന്നതാണ്, നീ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നില്ലേ? യേശുക്ക് സ്ഥാനം കൊടുക്കുന്നില്ല. നീ ആരുടെ അടുത്ത് വരുന്നോ അവനെ ആരാധിക്കുന്നില്ല. വേറെ എന്തിനു വേണ്ടി ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് നീ കർത്താവിനെ കാണുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിച്ചിനായിട്ട് കാണണം. അപ്പം അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ പറയണം. അച്ഛൻ വന്നിട്ട് അച്ഛനെ സ്നേഹിക്കുന്നുണ്ടോ? അച്ഛൻ 1ാം സ്ഥാനം ഇടവകയിൽ വികാരിച്ചനാണ് കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് കൊച്ചച്ഛന് വരേണ്ടത്. പക്ഷെ നിങ്ങൾ മാറുന്നത് കാണുമ്പോൾ അച്ഛന് ഇഷ്ടപ്പെടാത്ത അച്ഛൻ്റെ നിങ്ങൾ മാനുഷികമായിട്ടും അച്ഛൻ അസൂയ എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. പ്രശ്നം. പക്ഷെ അതല്ല. ഒരു കുടുംബത്തിൽ തലവനുണ്ട്. ഒരു കുടുംബത്തിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, കടമയാണ്. മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കണം. എന്ന് പറഞ്ഞുള്ള ദൈവസന്നിധി വരുമ്പോൾ ദൈവത്തോടുള്ള നിന്റെ കടമ നീ നിർവഹിക്കണം. അവന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം, എനിക്ക് ഭാര്യ ഉണ്ടാകണം, എനിക്ക് ഭർത്താവ് ഉണ്ടാകണം, എനിക്ക് മക്കൾ അല്ലെങ്കിൽ വസ്തു ഉണ്ടാകണം. ഇതെല്ലാം നീ പറയാൻ വരുമ്പോൾ ശരിക്കും നീ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ കർത്താവിന് എന്താണ് തോന്നുന്നത്?
യേശുവേ സ്തുതിക്കുക, 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 സ്തുതിക്കുക. യേശുവേ സ്തുതിക്കുക, 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 സ്തുതിക്കുക. പത്രോസിനോട് കർത്താവ് പറഞ്ഞെന്താ? യോനാട് പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അതാണ് ചോദ്യം. നീ ഇവരെക്കാൾ, നീ ചോദിക്കാൻ വരുന്ന മുഴുവൻ കാര്യങ്ങളെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? Do you love me more than everyone? You have to give us place to Jesus Christ. യേശുവേ സ്തുതിക്കുക, 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 സ്തുതിക്കുക. ഒറ്റ വിളി വിളിച്ച് യേശുവേ ബന്ധനം മൊത്തം അടിയട്ടെ, അടിയട്ടെ, കട്ടട്ടെ, അടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. ശ്രീവർത്തി പറഞ്ഞ യേശുവേ ആരാധന. യേശു ഹല്ലേലൂയ. ചെല്ലുണ്ട് വലിയ വർക്ക് ഹോളിക്കാണ്. എല്ലാ വർക്കുകളും ഭയങ്കര വർക്കാണ്. 24 മണിക്കൂർ ജോലി, 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 ജോലി. അതൊരു പെട്ടങ്ങ് പോവേ. അതിനെല്ലാം ഒരു ന്യായീകരണം പറയേ. പ്രാർത്ഥിക്കില്ല. They don't spend time in front of the blessed sacrament. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ജീവിതം ചെലവഴിക്കുകയല്ല. ബാക്കി എല്ലാത്തിനും നേരമുണ്ട്. 1-2 മണിക്കൂർ മൊബൈൽ ഫോണിൽ തൂങ്ങിക്കിടക്കാൻ നേരമുണ്ട്. 1-2 മണിക്കൂർ ടെലിവിഷനും സീരിയലും എല്ലാം കാണാൻ നേരമുണ്ട്. പത്രം വായിക്കാൻ മുഴുവൻ നേരമുണ്ട്. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ നേരമുണ്ട്. എല്ലാത്തിനും നേരമുണ്ട്. അവൻ ദൈവത്തെ കൂടെ ഇരിക്കാൻ നേരമില്ല. സമയം കളയുന്നു. അപ്പൻ്റെ കൂടെ ഇരിക്കാൻ ദൈവത്തിന്. കാരണം അത്രമാത്രം ഒരു കാര്യം നീ ഓർത്തോണം, നീ അത്രമാത്രം നിന്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ഈ അകൽച്ചയാണ് നിന്റെ മക്കളും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം. നിന്റെ മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം ആ അകൽച്ചയാണ്. എനിക്കറിയാം, നിങ്ങൾ ദൂരെ നിന്നിങ്ങനെ ബസ്സിനൊക്കെ ഒത്തിരി മക്കൾ വരാറുണ്ട്. എനിക്ക് ചില ബസ്സുകളിൽ വരുന്ന ആളുകൾ ഒത്തിരി സന്തോഷമാണ്. അവർ അവിടെ തന്നെ പ്രാർത്ഥിച്ചും കയറിപ്പോരുക. പള്ളിയിൽ ചെന്ന് അവിടുത്തെ അച്ഛൻ്റെ ഓർത്ത് പ്രാർത്ഥനയും മേടിച്ച് അവിടെയുള്ള അവരോട് ചേർന്ന് അച്ഛൻ വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് വണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് കെറ്റിങ് വിടും. അപ്പോൾ ഈ വചനം കേട്ടോളം പറഞ്ഞു അച്ഛന്മാർ പറഞ്ഞു വിടുക. അത് കേൾക്കും വലിയ സന്തോഷമാണ്. അല്ലെ ചിലർ ഒരിടത്ത് ഒരുമിച്ച് കൂടി അവരെല്ലാം കൂടി പ്രാർത്ഥിച്ച് കയറിയിട്ട് വണ്ടിക്കകത്തിരുന്നുണ്ട് വേറെ വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഫുൾ പ്രെയർ. ചിലരുണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് കയറാൻ നേരത്താണ് അടയ്ക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പത്രോസല്ലത്, അവൻ പൗലോസല്ല, സീലാസല്ല. ചിലപ്പോൾ 2-3-4 പ്രാവശ്യം വന്നു കഴിയുമ്പോഴല്ലോ ഒന്നും കിട്ടാതെ വരുമ്പോൾ ഓർക്കും, ഓ ദൈവം അവൻ വെറുതെ തട്ടിപ്പോട്ടെ വെട്ടിപ്പോക്കെ പറയും. മുഴുവൻ തട്ടിപ്പാന്ന് പറയും. കാരണം അവൻ ഒരുങ്ങാത്തവന് ഇങ്ങനെ അവന് കിട്ടത്തില്ല. അപ്പം അവനോടത്ത് എല്ലാവർക്കും കിട്ടുന്നല്ലോ അവന് കിട്ടുമെന്ന് അവന് കരുതിയേ. ബർത്തിമേയു അന്ധയാചകൻ, അന്ധനായവൻ സൗഖ്യപ്പെടുമ്പോൾ ഒരു കാര്യമുണ്ട്. അവിടെ നേരത്തിൽ കുറേ അന്ധന്മാർ രോഗികൾ അവിടെ കിടപ്പുണ്ട്. ആ കൂട്ടത്തിൽ ഒരുത്തൻ മാത്രമാണ് ബർത്തിമേയുസ്. കാരണം അവൻ മാത്രമേ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ. അവൻ മാത്രമേ കരയുന്നുള്ളവൻ. ബാക്കിയുള്ളവർ അവനെ പ്രാർത്ഥന നിർത്തടാ, നീ വായടയ്ക്ക് എന്തിനെങ്ങനെ ബഹളം വെച്ച് സ്തുതിപ്പിക്കുന്നു, വേറെ തട്ടിപ്പാ, ഈശ പോട്ടെ, നീ പോ. ശിവൻ പുറകോട്ട് നിൽക്കുന്നില്ല, മാറാൻ പറയുക, നിങ്ങൾ ആരോട് സംസാരിക്കണ്ട. ആ ഒരു ജ്ഞാനമുള്ളവർക്ക് അഭിഷേകം കിട്ടുകയുള്ളൂ. അടുത്ത് നിൽക്കുന്നവൻ കുറ്റം പറഞ്ഞു തുടങ്ങുന്നവനെ ഗെറ്റ് ഔട്ട് അടിക്കാൻ പറ്റിയാലേ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുള്ളൂ. ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ പോകുന്ന അതേ വഴിയിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഒത്തിരിയാണ് അതിനെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുന്നുണ്ട്. ജീവിതാനുഭവം കൊണ്ട് പഠിച്ചതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. രണ്ട് കരങ്ങൾ സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിക്കുക, 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 സ്തുതിക്കുക. ഒറ്റ വിളിച്ചോയേ സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ബർത്തിമേയുസ് കരഞ്ഞു, വാ വിട്ട് കരഞ്ഞു, ദാവീദിന്റെ പുത്ര യേശുവേ എൻ്റെ മേൽ. അടുത്തുള്ളവർ നീ മിണ്ടാതിരിക്കടാ,
അങ്ങോട്ട് കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു. പത്രോസിനെ പോലെ വിളിക്കുക. അവൻ പത്രോസാണ്. പത്രോസിൻ്റെ ആ ഗ്രേസിൽ ഇങ്ങനെയുള്ളവരുണ്ടോ ലോകത്തിൽ ഇങ്ങനെ ഈ പത്രോസിനെ പോലെ കിട്ടിയിരിക്കുന്ന ഗ്രേസ്. അവരുടെ എല്ലാം അടുത്ത് കർത്താവ് ചെല്ലും. കർത്താവ് അവരെല്ലാം തൊടും. അവരെ മാത്രമേ തൊടൂ. അവരിലേക്കാണ് കൃപ കൊടുക്കപ്പെടും. അവരെ മാത്രമേ തൊടുള്ളൂ. ഈശോ പിറന്നത് രാജകൊട്ടാരത്തിലല്ല, പുൽത്തൊഴുത്തില. കാരണം എന്താ? തന്നെ അവിടെ യോഗ്യതയുള്ള സ്ഥലം. അപ്പോൾ ആ പുൽക്കൂട് മാത്രമേ ഉണ്ടതുള്ള സ്ഥലം. വേറെ ഒരിടത്തും യോഗ്യതയില്ല. വമ്പന്മാരവിടെ ഇഷ്ടം പോലെ ഉണ്ട്, മിടുമിടുക്കന്മാർ. അവിടെ ഒന്നും യോഗ്യതയില്ല. നമ്മളൊക്കെ ബെത്ലഹേമിലെ എല്ലാവരും വാതിലടച്ചതല്ലത്, യോഗ്യതയില്ലാത്തതുകൊണ്ട്. ഹെബ്രായ ലേഖനം 11 ഏറ്റവും അവസാനത്തെ 4 വചനം പറയുന്ന പോലെ സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. ഹല്ലേലൂയ, അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. അവരുടെ അയോഗ്യത കൊണ്ടാണ് കർത്താവിനെ സ്വന്തമാക്കാൻ പറ്റും. പക്ഷെ അവരോർക്കൊന്നും അവർക്കാണ് യോഗ്യത ഒരു തെറ്റിദ്ധരിച്ചു പോയി. കൈയടിച്ച കർത്താവ് അവരെ സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ബെത്ലഹേമിൽ ഈശോ പറഞ്ഞപ്പോൾ ബെത്ലഹേമിന് ചുറ്റും അവിടെയുള്ളവരല്ല ഈശോയെ കാണാൻ വന്നത്. അപ്പോൾ ദൂരെ ആട്ടിടയന്മാർ കുന്നുമുകളിൽ ഇങ്ങനെ മേയുന്നുണ്ട്. അവരിങ്ങനെ ആടുകളെ മേയ്ക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നിങ്ങൾ കിടന്നുറങ്ങുക. അപ്പോൾ അവർക്കാണ് മാലാഖ പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാതെ അവിടെയുള്ള സത്രത്തിൻ്റെ വാതിക്കൽ അവിടെയൊന്നും ഇതൊന്നും വെളിപ്പെട്ടില്ല. സത്യത്തിൽ ബെത്ലഹേമിലുള്ള ആരും അറിഞ്ഞില്ല അവിടെ കർത്താവ് ജനിച്ച കാര്യം. അറിഞ്ഞത് അത് ബെത്ലഹേമിന് പുറത്തുള്ള ആട്ടിടയന്മാരറിഞ്ഞതേ. ദൈവത്തിൻ്റെ പദ്ധതി യോഗ്യതയുള്ളവരിലേക്ക് മാത്രമേ പോകുള്ളൂ. എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കട്ടെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ഒറ്റവിളിച്ചോയേ, ഒറ്റവിളിച്ചോയേ. ഹല്ലേലൂയ. കരങ്ങളുയർത്തി അവനെനിക്കായി മരിച്ചു. പഠിക്കേ. അവനെനിക്കായി മരിച്ചു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ. അവനെനിക്കായി മരിച്ചു. ഈശോ, എല്ലാവരും ചേർന്ന് അവനെനിക്കായി മരിച്ചു. എൻ്റെ ഈശോ അവനെനിക്കായി മരിച്ചു. കൈകൾ ഉയർത്തിപ്പിടിച്ച് അവനെനിക്കായി മരിച്ചു. He
died for me. He died for me. He died for me. കൈകൾ ഉയർത്തി പിടിച്ചു. He died. He died. He died for me. ഒറ്റ വിളി വിളിക്കുന്നു ഈശോയെ. അപ്പാ Hallelujah. Hallelujah. കണ്ണുകളടച്ച് കരമുയർത്തി. Hallelujah. ഉച്ചത്തിൽ പാടാമോ? അവനെനിക്കായി ഉയർത്തു. ശബ്ദമുയർത്തി. അവനെനിക്കായി ഉയർത്തു. എൻ്റെ ഈശോ ഉയർത്തു. ഒറ്റ വിളിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി കണ്ണടയ്ക്കട്ടെ, കരങ്ങൾ ഉയർത്തി പിടിക്കട്ടെ. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സങ്കീർത്തനം 107:16-20 സംഭവിക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചള വാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകൾ ഒട്ടിക്കുന്നു, പാപകരമായ മാർഗം പിന്തുടരുന്ന രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ ദുരിതത്തിലായി എല്ലാ ഭക്ഷണത്തെയും കുറിച്ചു, മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് വിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് വചനമായി ചില സുഖപ്പെടുത്തി വിനാശത്തെ വിടുവിച്ചു. മത്തായി 16:18-19 വചനം സംഭവിക്കട്ടെ. പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേലിന്റെ സഭകൾ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടില്ല. സ്വർഗരാജാക്കുൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമി കെട്ടുമ്പോൾ സ്വർഗത്തിലും കെട്ടപ്പെട്ടതായിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുമ്പോൾ സ്വർഗത്തിലും അഴിക്കപ്പെട്ടതായിരിക്കും. ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. യാതൊരു നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. ലൂക്ക 9:1-2 അവൻ 12 അപ്പസ്തോലന്മാരെയും തിരഞ്ഞെടുത്തു. സകല പിശാചുക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ലൂക്ക 4:18 നിന്നുകൊണ്ട് അതായി 12:28-29 പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് ലൂക്ക 9:1-2 അപ്പസ്തോലർ അധികാരത്തോ ശക്തിയും നിറഞ്ഞു നിന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അതായത് 16:16 ഈശോ ദൈവപുത്രനാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോ ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും ഏറ്റെടുത്തുവെന്ന് വിശ്വസിച്ചുകൊണ്ട് പാപശാപങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നു. ഈ ജനത്തിൻ്റെ മേൽ, ലക്ഷക്കണക്കിന് വരുന്ന ലോകം മുഴുവൻ ജനത്തിൻ്റെ മേൽ, ഈ ജനത്തിന് മേൽ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു, പ്രവചിക്കുന്നു. യേശുനാമത്തിൽ സാത്താനെ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. എഫേസ്യസ് 2:2 ബന്ധിക്കുന്നു. 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള മക്കളിൽ, ദേശത്തിൽ, അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന അനുസരണക്കേണ്ട ആത്മാക്കള്, അന്തരീക്ഷ ശക്തികള്, മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, സാത്താൻ്റെ ആരാധനകൾ, ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സെറ്റം വർഷിപ്പുകൾ ഇപ്പോൾ ഈ കൂട്ടായ്മയുള്ള ആരുടെയെങ്കിലും ശരീരത്തിലോ സ്ഥലത്ത് എവിടെയെങ്കിലുമോ
മന്ത്രവാദ കൂടോത്ര ക്ഷുദ്രവിദ്യയുമായി ബന്ധപ്പെടുന്ന വസ്തുക്കളോ മറ്റെന്തെങ്കിലുമോ ഇരിപ്പുണ്ടെങ്കിൽ കിടപ്പുണ്ടെങ്കിൽ അവയിന്മേലും ആ മക്കളുടെ മേലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അശുദ്ധാത്മാവിനെ, ദുഷ്ടാത്മാവിനെ 1 യോഹന്നാൻ 3:22 വചനം കൊണ്ട്, ലേവർ 19:31 വചനം കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ ദേശം വിട്ടുപോകണം, ഈ മക്കളെ വിട്ടുപോകണം. നിത്യനരകത്തിലേക്ക് ലൂക്ക 8:31 ബഹിഷ്കരിക്കുന്നു, കടന്നു പോകാൻ കൽപ്പിക്കുന്നു. Go away, get out of the children, the family, and the place. മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, കൈനോട്ടം, രാഹുകാല സമയനോട്ടം നടത്തുന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ടോ? സാത്താനെ ആരാധിക്കുന്ന സേവകൾക്ക് പോകുന്ന മക്കൾ, സാത്താൻ സേവകൾക്ക് പോകുന്ന മക്കൾ, സാത്താനെ ആരാധിക്കുന്ന മക്കൾ, അന്തോണി സേവകൾക്ക് പോകും, കടമറ്റ സേവ, ജോത്സ്യൻ്റെ അടുക്ക പോകുന്ന മക്കൾ, പൈശാചിക വസ്തുക്കൾ ശരീരം ധരിച്ചിട്ടുള്ള മക്കൾ, അത് ഉപയോഗിച്ചിട്ടുള്ള മക്കൾ, അത് വിശ്വസിക്കുന്ന മക്കൾ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മക്കൾ, സാത്താനെ ആരാധിക്കുന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മയിൽ ഈ സമൂഹത്തിലുണ്ടോ, അവൻ്റെ മേൽ അവളുടെ കുടുംബത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദൃശ്യ ശക്തികളെ മൊത്തത്തോടെ എസെക്കിയേൽ 28 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യെശയ്യാ 22:22 ബന്ധിക്കുന്നു. ബന്ധിച്ച ലൂക്ക 8:31 ബഹിഷ്കരിക്കുന്നു. ഇറങ്ങിപ്പോ. ഈ മക്കൾക്കെതിരെ, ഇവരുടെ അഭിഷേകത്തിനെതിരെ, കൂട്ടായ്മയ്ക്ക്, കൃപയ്ക്കെതിരെ, കൃപയുടെ അഭിഷേകത്തിനെതിരെ, ആലയത്തിനെതിരെ, തിന്മയുടെ അരൂപികൾ, വ്യക്തികളുടെ, വസ്തുക്കളുടെ, സാഹചര്യങ്ങൾ രൂപത്തിൽ ഈ മക്കൾ, ഇവരുടെ കുടുംബങ്ങളെ ഞങ്ങളെല്ലാം പീഡിപ്പിക്കുന്ന, ഞങ്ങളെ മൊത്തം പീഡിപ്പിക്കുന്ന മുഴുവൻ പൈശാചിക അരൂപികൾ, നെഗറ്റീവ് സ്പിരിറ്റുകളെ 1 യോഹന്നാൻ 3:8 വചനത്താൽ ബന്ധിക്കുന്നു. ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സെറ്റിൻ വർഷിപ്പ് കേന്ദ്രങ്ങൾ, ദുഷ്ടാരൂപികളുടെ കേന്ദ്രങ്ങൾ, വീടുകൾ, അവയെ മൊത്തത്തോടെ യേശുമിശിഹായുടെ നാമത്തിൽ, ആത്മയുടെ ആത്മാക്കളെ യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിച്ച് ഈ കൂട്ടായ്മയുള്ള മക്കളിൽ ഇരിക്കുന്ന ആത്മാക്കൾ പുറത്തിറങ്ങട്ടെ. നിത്യനരകത്തിൽ പോട്ട് കൽപ്പിക്കും, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, യേശുനാമത്തിൽ കൽപ്പിക്കും. മർക്കോസ് 5:9 ബന്ധിക്കുന്ന നാമത്തിൽ, മർക്കോസ് 9:25 കൊണ്ട് ബന്ധിക്കുന്ന നാമത്തിൽ, 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന നാമത്തിൽ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ചു. ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന വെറുപ്പിന്റെ ആത്മാക്കൾ, പകയുടെ പിശാച്, കായേന്റെ രൂപി, ആബേലിനെ കൊല്ലാൻ ശക്തമായ പ്രേരണ കൊടുക്കുന്ന കായേന്റെ രൂപി, സൈറ്റൻ, സാത്താന്റെ ശക്തി കൂട്ടായ്മയിൽ ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, പകയുടെ, വെറുപ്പിന്റെ, നിരാശയുടെ, കുറ്റബോധത്തിന്റെ, ആകുലതയുടെ, അഹങ്കാരത്തിന്റെ, ഭയത്തിന്റെ, അസൂയയുടെ, എസെക്കിയേൽ 8 പറയുന്ന അസൂയയുടെ ആത്മാക്കൾ ഈ കൂട്ടായ്മയിൽ ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, ആരുടെ മനസ്സിൽ, ചിന്തകളിൽ, അവയവങ്ങൾ കുടിയിരിപ്പുണ്ടോ, കൊളോസ്യസ് 3:5 ധനത്തിന്റെ ആത്മാവ്, ധനത്തിന്റെ പിശാചുക്കൾ ഈ കൂട്ടായ്മയിലോ വിദേശത്ത് എവിടെയെങ്കിലുമോ ദൈവമക്കൾ ലോകത്തെവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ആ തിന്മയുടെ ആത്മാക്കളെ മൊത്തത്തോടെ 1 യോഹന്നാൻ 3:8, 2 Corinthians 4:4 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8, ഉൽപ്പത്തി 4:4-5 വചനം കൊണ്ട്, യെശയ്യാ 22:22 വചനം കൊണ്ട്, മത്തായി 12:28-29 വചനം കൊണ്ട് ആ തിന്മയുടെ ആത്മാക്കളെ മൊത്തത്തോടെ, മത്തായി 5:23 വചനം കൊണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, എസെക്കിയേൽ 8 വചനം കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ബന്ധിക്കുന്നു. ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചു.
കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കണ്ണുകളടച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഈ കൂട്ടായ്മയുള്ള മക്കൾ പ്രവർത്തിക്കുന്ന യുക്തിവാദം, നിരീശ്വരവാദം, എതിർചിന്തകൾ, അക്രൈസ്തവരായ ചില മക്കളിലൂടെ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികൾ, ക്രൈസ്തവരായ ചില മക്കളോട് പ്രവർത്തിക്കുന്ന എഫെസസ് 6:12 സ്വർഗീയടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ആത്മാക്കൾ മൊത്തത്തോടെ 1 യോഹന്നാൻ 3:22 എഫെസസ് 2:2 വചനങ്ങൾ യാക്കോബ് 3:2 കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധിച്ചു കൈയൊട്ടി 30 ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ച യേശുസ്. ദൈവശക്തി ഇറങ്ങട്ടെ. ലോകരാജ്യങ്ങളിൽ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നത് വെളിപ്പെടും. ഓസ്ട്രേലിയയിൽ കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വെളിപ്പെടുന്നുണ്ട്. അമേരിക്കൻ രാജ്യങ്ങൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. അനേക രാജ്യങ്ങൾ കർത്താവ് കരുണ കൊടുക്കുന്നത് വെളിപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ കരുണ രാജ്യങ്ങളിലേക്ക് പകരുന്നതായിട്ട് വെളിപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോകുന്നതായിട്ട് വെളിപ്പെടുന്നുണ്ട്. നാമത്തില് എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു